ആറ്റം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നിവിടെ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ പലപ്പോഴും പോർട്രേറ്റും അതുപോലെ ലൈഫ് സ്റ്റഡിയും ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫ്സ് സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോഗ്രാഫ്സ് നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കാറ്. പലപ്പോഴും നമുക്ക് ലൈവായിട്ട് വരയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അധികം ആൾക്കാരും ഫോട്ടോഗ്രാഫിൽ നിന്നാണ് വരച്ച് പ്രാക്ടീസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫ്സും വരയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടോണൽ വേരിയേഷൻസ് ഉള്ള ഫോട്ടോഗ്രാഫ്സ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ടോൺസ് ഉള്ള ഫോട്ടോഗ്രാഫ്സോ ഒക്കെ വരുമ്പോൾ നമ്മളതിൽ ഒരു ടോണിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പിക്ചറിനൊരു ഡെപ്ത് ഫീൽ ചെയ്യും, ആ ഒരു 3D ഇഫക്റ്റിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുള്ളൂ. ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫ്, ഒരു വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പല ആപ്പുകളും സിമ്പിളായിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത്രയും എക്സ്പേർട്ടല്ല. അതുകൊണ്ട് അത് എക്സ്പേർട്ടായിട്ടുള്ള ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു പിക്ചറിൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, അതിനെ ഡാർക്ക് ആക്കുക അല്ലെങ്കിൽ ലൈറ്റ് ആക്കുക, അതിനെ വേരിയസ് ടോൺസിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ചെയ്യണമെന്നുള്ളത് വീഡിയോസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നിങ്ങളുടെ പിക്ചറിനെ കുറച്ചും കൂടി ഡെപ്തുള്ള പിക്ചേഴ്സാക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പിൻട്രസ്റ്റിനോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ നമ്മൾ ഇമേജസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി ഡെപ്തുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പിക്ചർ എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ്, അതായത് കുറച്ചും കൂടി ഡെപ്ത്, എല്ലാ ടോൺസും വരുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പിക്ചർ തന്നെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ ഫ്ലാറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അധികം ടോൺസ് ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഡെപ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് ഈ ഫോട്ടോഗ്രാഫ് തന്നെ കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഡെപ്ത് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി വാല്യൂസ് കാണിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് സെലക്ട് ചെയ്യണം. വാല്യൂസ് എന്ന് പറയുന്നത് ടോണൽ വാല്യൂസ് ആണ്. ഹൈലൈറ്റ് ഉണ്ടായിരിക്കും, ലൈറ്റർ ഷെയ്ഡ്സ് ഉണ്ടായിരിക്കും, മീഡിയം ടോൺസ് ഉണ്ടായിരിക്കും, പിന്നെ ഡാർക്കർ ടോൺസ് ഉണ്ടായിരിക്കും, ഷാഡോസ് ഉണ്ടായിരിക്കും, റിഫ്ലക്റ്റഡ് ഷാഡോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ചിട്ട് ഒരു 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിൽ ഞാൻ ഈ ടോണൽ വാഷിനെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താ സംഭവം എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു ഒബ്ജക്റ്റിനെ, ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഡെപ്തിലോട്ട് കൊണ്ടുവരിക, അതിനൊരു റിയൽ ലുക്കിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതേപോലുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡും ടോണൽ വേരിയേഷൻസും ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ലൈറ്റിൻ്റെ സോഴ്സ് ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ സോഴ്സ് കറക്റ്റായിട്ട് വന്നിട്ടുള്ള പിക്ചേഴ്സ്, ഒരു സൈഡിൽ നിന്ന് മാത്രമൊക്കെ വന്നിട്ടുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വരയ്ക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങളത് വരച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ടോൺസ് മനസ്സിലാക്കാനും പറ്റും. അല്ലാതെ എല്ലാ സൈഡിൽ നിന്നും ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലാറ്റ് പിക്ചേഴ്സൊക്കെ നമ്മൾ ആദ്യം വരച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ടോൺസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു പിക്ചർ ഞാനിപ്പോൾ കാണിക്കുന്ന പിക്ചർ എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒരു 2 ടോണാണ് നമുക്കതിൽ മെയിനായിട്ട് കാണുന്നത്. ഒരു ലൈറ്റർ ടോണും പിന്നെ എക്സ്ട്രീം ഡാർക്കും. ഇപ്പോൾ സ്റ്റെൻസിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സ്റ്റെൻസിൽ ആർട്ട് ചെയ്യുന്നവർക്ക് ഈ രീതിയിലുള്ള പിക്ചേഴ്സ് ഉപകാരമാണ്. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ആർട്ടിൻ്റെ ഡെപ്ത് ഒരു ഡ്രോയിങ്ങിൻ്റെ ഡെപ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള പിക്ചേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കളർ ഫോട്ടോഗ്രാഫ് ആണ് നിങ്ങൾ നോക്കി വരയ്ക്കണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ചാർക്കോൾ ഡ്രോയിങ്ങോ പെൻസിൽ ഷെയ്ഡിങ്ങോ എന്തായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ കളർ ഡ്രോയിങ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്യണമെങ്കിൽ എപ്പോഴും പിക്ചേഴ്സിനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലേക്ക് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തതിന് ശേഷം അത് നോക്കി വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ടോൺസ് മനസ്സിലാവും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കളർ ഫോട്ടോഗ്രാഫോ കളർ പിക്ചറിൽ നിന്ന് നിങ്ങളൊരു പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പമായിരിക്കും അതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലേക്ക് മാറ്റിയതിന് ശേഷം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു ഡ്രോയിങ് കണ്ടിട്ട് വരാം കേട്ടോ.